അസുരന്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസന്ത്. രാത്രി അത്താഴം കഴിക്കാൻ എല്ലാവരും ഇരുന്നു. എല്ലാവർക്കും ദശ അത്താഴം വിളമ്പി. രുദ്രൻ തന്റെ പ്ലേറ്റിൽ ചപ്പാത്തി കൊണ്ട് മോഞ്ചു വിളിച്ചു. ഇതെന്താ? രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. ചപ്പാത്തി. ദശ തിരിഞ്ഞു പറഞ്ഞു. എനിക്ക് വേണ്ട, രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. സാറേ, നിങ്ങളുടെ ലിസ്റ്റിൽ ഇന്ന് ചപ്പാത്തിയാണ്, അതാണ് ഞാൻ ഉണ്ടാക്കിയത്, ദശ പറഞ്ഞു. എനിക്കിന്ന് മസാല ദോശ വേണം, ഇത് വേണ്ട, രുദ്രൻ പ്ലേറ്റ് തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു. ഈശ്വരി രുദ്രനെ നോക്കി. സാറേ, എൻ്റെ ജോലി സമയം കഴിഞ്ഞു, ഇനി എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സാർ തന്ന ലിസ്റ്റ് പ്രകാരമാണ് ഇതുണ്ടാക്കിയത്, ഇന്നതേ ഉള്ളൂ, നാളെ രാവിലെ ഉണ്ടാക്കി തരാം. ദശ പറഞ്ഞതും രുദ്രൻ ചാടി എഴുന്നേറ്റ് ചപ്പാത്തിയെ വലിച്ചെറിഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാനാണ് നിന്നെ ജോലിക്കെടുത്തത്, അല്ലാതെ നിന്റെ ഇഷ്ടത്തിനല്ല. എനിക്ക് മസാല ദോശ വേണം, ഉണ്ടാക്കി എൻ്റെ മുറിയിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ജോലി വിട്ട് വയ്ക്കോ, രുദ്രൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി. ഇയാൾക്കെന്താ ഗർഭമോ മസാല ദോശ തിന്നാൻ? ദശ രുദ്രനെ നോക്കിക്കൊണ്ട് പിറുപിറുത്തു. ദശ, അവൻ എന്ത് വേണോ അത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്, ഈശ്വരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. എടോ ബ്രോ, ഇങ്ങനെയാ, നീ കാര്യാക്കണ്ട, ചെറുചെരിയുടെ ഗൗതം പറഞ്ഞുകൊണ്ട് പോയി. ദശ ഒന്നും മിണ്ടാതെ മസാല ദോശ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി. കുറച്ചു സമയമായതും മസാല ദോശ കൊണ്ട് രുദ്രന്റെ മുറിയിൽ പോയി. രുദ്രൻ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് ദശ കൗതുകത്തോടെ അടുത്തുനിന്ന് നോക്കി. എന്താടി കോപ്പേ, രുദ്രൻ ദേഷ്യത്തിൽ അലറി. മസാല ദോശ, പേടിയോടെ ദശ പറഞ്ഞു. വെച്ചോണ്ട് പോ, ഗൗരവം ലേശം വിടാതെ രുദ്രൻ പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ വെച്ചോണ്ട് പോയി. ദശ എല്ലാം കഴിഞ്ഞ് തന്റെ റൂമിൽ പോയി കട്ടിലേക്ക് കിടന്ന് കണ്ണുകളടച്ചു. ക്ഷീണത്തിൽ അവൾ പോലും അറിയാതെ അവൾ ഉറങ്ങി. ഒരു നക്ഷത്രങ്ങൾ തിളങ്ങുന്ന മുറിയിൽ കസവ് മുണ്ടുകൊടുത്ത് അവളുടെ അടുത്ത് വരുന്ന ഒരു ആണിന്റെ രൂപം. പുഞ്ചിരിയോടെ അതിലേറെ നാണത്തോടെ തല താഴ്ത്തി ദശ നിൽക്കുന്നു. ആ രൂപം അവളുടെ അടുത്തു വന്ന് അവളുടെ ചുരുൾമുടിനെ തലോടി. നിന്റെ ഈ കരിമശിക്കണ്ണിലും നിന്നെ ഭംഗിയാക്കുന്നത് നിന്റെ ഈ ചുരുൾമുടിയാണ്. അയാൾ അവളുടെ മുടിനെ തന്റെ മൂത്തോട് ചേർത്ത് ശ്വാസം വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. ദശ നാണത്താൽ കണ്ണുകൾ താഴ്ത്തി. അവളെ അരക്കെട്ടിലൂടെ പിടിച്ച് തന്നോട് ചേർത്ത് അയാൾ അവളുടെ കഴുത്തിൽ മെല്ലെ ചുമ്മനം കൊണ്ട് നിറച്ചു. ആ ചുംബനം കൊണ്ട് അവൾ കണ്ണുകൾ കൂമ്പി അടച്ചു. അവളുടെ ചുണ്ടുകൾ ആ ചുംബനം ഏറ്റുമേടിക്കാൻ കൊതിച്ചു. അവൻ അവളുടെ ചുണ്ടിനെ കവർന്നെടുക്കാൻ പോയതും ദശയുടെ ഫോൺ റിംഗ് ചെയ്തു. ദശ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സ്വപ്നമായിരുന്നോ? ദശ മോൻ തുടച്ചുകൊണ്ട് ഫോൺ നോക്കി. ഫോണിൽ അമ്മയെന്ന് തെളിഞ്ഞു. അവൾ പുഞ്ചിരിയോടെ ഫോൺ എടുത്തു. അവൾ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. നല്ല സ്വപ്നമായിരുന്നു. ആരായിരിക്കും അയാൾ? ആ ചന്ദനത്തിന്റെ മണം, ഹോ! ദശ ചിരിയോടെ ഓർത്തു. ഇനി സ്വപ്നം വരുമോ? വന്നാൽ കാണായിരുന്നു എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനെ, ദശ നാണത്തോടെ ഓർത്തുകൊണ്ട് കിടന്നു. നേരം പുലർന്നു. ദശ അമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് തുളസിക്കതിർ മുടിയിൽ ചൂടി അവൾ കൊട്ടാരത്തിനെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ രുദ്രൻ രവീന്ദ്രന്റെ നേർക്ക് കൈനീട്ടുന്നത് ദശ കണ്ടു. സാർ, ദശ ദേഷ്യത്തിൽ അലറി. രുദ്രൻ അവളുടെ ശബ്ദം വന്ന വഴിയിൽ തിരിഞ്ഞു നോക്കി. ദശ അടുത്തുവന്ന് രുദ്രന്റെ നേർക്ക് ചെയ്യുന്നു. രവീന്ദ്രൻ പേടിയോടെ നോക്കി. സാറേ, ഞങ്ങൾ നിങ്ങളുടെ എച്ചിൽ തന്നെ ജീവിക്കുന്നവരെന്ന് കരുതി ചവിട്ടിയായിരിക്കരുത്. ജോലി ചെയ്ത് തന്നെയാ ഞങ്ങൾ കൂലി മേടിക്കുന്നത്. അച്ഛന്റെ പ്രായമുണ്ടല്ലോ ഈ മനുഷ്യന്, നാണമില്ലേ സാറേ കൈവെക്കാൻ? പുച്ഛത്തോടെ ദശ ചോദിച്ചു. മോളെ വേണ്ട, പേടിയോടെ രവീന്ദ്രൻ തടഞ്ഞു. രുദ്രൻ ദശയുടെ കവിളിൽ കൈകൊണ്ട് കുത്തിപ്പിടിച്ചു. പന്ന മോളെ, എന്റെ നേർക്ക് ഒരു പെണ്ണും ഇന്നേവരെ കൈ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. നീ വെറും പെണ്ണാ, നിന്നെ കടിച്ചു കയറാനും ഈ രുദ്രൻ വായിക്കില്ല. കൂടുതൽ വിളച്ചിലെടുത്താൽ പൊന്നു മോളെ, നീ എന്റെ ആണിന്റെ ചൂടറിയും. എന്നിട്ട് ഒരു തുണിയില്ലാതെ ഈ നേരത്തിന് നടുക്കി കിടക്കും. വേണോടി പന്ന മോളെ, രുദ്രൻ പല്ലും കടിച്ചോണ്ടല്ലറി. ദശയ്ക്ക് വേദന എടുത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രുദ്രൻ പിടിവിട്ടു. ദശ കവളിൽ പിടിച്ചുകൊണ്ട് രൂക്ഷമായി രുദ്രനെ നോക്കി.
രുദ്രനെ പഠിപ്പിക്കാൻ നീ ആയിട്ടില്ല. നീ വെറും പെണ്ണാണ്, വെറും ഒരു പെണ്ണ്. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ കാറിൽ കയറിപ്പോയി. ദശ ഒന്നും മിണ്ടാതെ കരഞ്ഞു. എന്തിനാ മോളെ ഇതിൻ്റെ ഇടയിൽ കയറി വന്നത്? എനിക്കെന്നും ഇത് പതിവാണ്, ശീലിച്ചുപോയി മോളെ, രവീന്ദ്രൻ അടുത്തൊന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലും ഈ പ്രായത്തിൽ ഒരു അച്ഛൻ കിടപ്പുണ്ട്. നിറയുന്ന കണ്ണിനെ തുടച്ചുകൊണ്ട് ദശ പറഞ്ഞുകൊണ്ട് അകത്തു പോയി. അവളുടെ മുന്നിൽ ഗൗതം നിൽക്കുന്നതുകൊണ്ട് വരണ്ട ചിരി കൊടുത്തു. സാറിന്റെ ബ്രോയോട് പറയേ, പെണ്ണ് വെറുമൊരു പെണ്ണല്ലെന്ന്. ഒരു പെണ്ണ് വിചാരിച്ചതുകൊണ്ട് തന്നെയാ നിവർന്ന അഹങ്കാരം കാണിക്കാൻ അയാളുണ്ടെന്ന കാര്യം മറക്കല്ലേന്ന്. വെറുമൊരു പെണ്ണ് പോലും. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ദശ അടുക്കളയിൽ പോയി. ഗൗതം അവളെ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. അഭിമാനമുള്ള പെണ്ണ്, ഗൗതം മനസ്സിൽ ചിരിയോടെ പറഞ്ഞു. ദശ അടുക്കളയിൽ ജോലിയിലായിരുന്നു. ദശ, എന്താ മോളെ, നീ ആരോടാ കയർത്ത് സംസാരിച്ചത് എന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഈശ്വരി അമ്മ വരുമ്പോൾ എന്താകുമോ എന്തോ? കുമാരി പേടിയോടെ പറഞ്ഞു. എന്താകാൻ? മോനെ നല്ലതായി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ദശ പറഞ്ഞോട്ട് പോയി. ഈശ്വരി കാര്യങ്ങളറിഞ്ഞ് ദശയെ വിളിച്ചു. ദശ പേടിയോടെ ഹാളിൽ വന്നിരുന്നു. ഗൗതം അവളെ പാവമായി നോക്കി. ഈശ്വരി ദേഷ്യത്തിൽ എഴുന്നേറ്റ് ദശയുടെ അടുത്തുനിന്ന് അവളെ അടിപിടി നോക്കി. ഈശ്വരി ഇടത്തേക്കായി പൊക്കി അവളെ ആഞ്ഞു തല്ലി. മമ, ഞെട്ടലോടെ ഗൗതം വിളിച്ചു. ഈശ്വരി കൂർത്ത നോട്ടം കൊണ്ട് ഗൗതമനെ നോക്കി. ഗൗതം ഒന്നും മിണ്ടാതെ സോഫയിലിരുന്നു. പുരുഷോത്തമൻ കണ്ണുകളടച്ചു. കേവലം എന്റെ വീട്ടിൽ ജോലിക്കാരി എന്റെ മോനെ അടിക്കാൻ മാത്രം വളർന്നു? അഹങ്കാരത്തോടെ ഈശ്വരി ചോദിച്ചു. ദശ ഒന്നും മിണ്ടാതെ നിന്നു. ഈശ്വരി പിന്നെയും ദശയടിച്ചു. അപ്പോഴും ദശ അടിമേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെയിരുന്നു. രുദ്രൻ, അവൻ ആരെ അടിക്കാനും കൊല്ലാനും അവൻ അധികാരമുണ്ട്. അവൻ കഴിഞ്ഞേ ഇവിടെ ആർക്കും അവകാശമുള്ളൂ. നിനക്ക് പോവാം, ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല. ഈശ്വരി ദശയെ നോക്കി ഗർജിച്ചു. അമ്മേ, ആ സാർ നിങ്ങളെ അടിച്ചാലും ഇതൊക്കെ തന്നെ പറയണം. അച്ഛൻ്റെ പ്രായമുള്ള ആ മനുഷ്യനെ നിനക്ക് കൈനീട്ടിയപ്പോൾ കണ്ടു നിൽക്കാൻ എനിക്കായില്ല. അതുകൊണ്ട് എൻ്റെ ബോസാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു. അത്രേ ഉള്ളൂ. അതിന് പിരിച്ചുവിടുകയാണെങ്കിൽ സന്തോഷം. ചിരിയോടെ ദശ പറഞ്ഞുകൊണ്ട് പോകാൻ പോയതും മുന്നിൽ രുദ്രനെ കണ്ട് ദശ ഒരു നിമിഷം പകച്ചു. മമ്മ, ഇവളിവിടെ വേണം. ഇവളെ പിരിച്ചുവിടാനൊന്നും നിൽക്കണ്ട. ഇവളുടെ കാര്യം ഞാൻ നോക്കാം. എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വെറുതെ അങ്ങ് പോകാൻ ഞാൻ വിടുവോ? രുദ്രൻ ചിരിയോടെ പറഞ്ഞു. ദശ പുച്ഛത്തോടെ ചിരിച്ചു. ദശയുടെ ചിരി രുദ്രന്റെ ഉള്ളിൽ തറച്ചു. ശരി മോനി, എന്താച്ച ചെയ്യേ, നിന്റെ ഇഷ്ടം എന്തോ അതായിക്കോട്ടെ. ഈശ്വരി പറഞ്ഞോട്ട് പോയി. നിന്നെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എൻ്റെ നേർക്ക് കൈ ചൂണ്ടിയത് ഇത് 2ാം തവണ. രുദ്രൻ വിടുമോ? ചിരിയോടെ ദശയുടെ അടുത്തുനിന്ന് രുദ്രൻ പറഞ്ഞു. ദശ ഒന്നും മിണ്ടാതെ പോയി. രാത്രി ദശ ഉറക്കം വരാതെ അങ്ങും തിരിഞ്ഞടന്നു. അപ്പോൾ ഇളം തന്നെ അവളുടെ മുഖത്തൊന്ന് തലോടി. അവൾ പോലെ അറിയാതെ അവൾ ഉറങ്ങി. അവൾ ഉറങ്ങിയതും അവളുടെ അടുത്ത് ഒരു രൂപം വന്ന് ചിരിയോടെ അവളുടെ തൊട്ടടുത്തിരുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകൾ അവന് നേരെ ചിരി കൊടുത്തു. പെണ്ണേ, നീ ആമ്പൽ പൂവായി വന്ന് എൻ്റെ ഹൃദയത്തെ തലോടുമ്പോൾ ഞാൻ അറിയുന്നു നിന്നോട് എനിക്കുള്ള ഭ്രാന്തമായ പ്രണയം. പ്രണയിച്ചോട്ടെ നിന്നെ ഞാൻ. അവളുടെ മുഖത്തിനരികെ അവൻ്റെ മുഖം പതിപ്പിച്ച് മെല്ലെ ചോദിച്ചു. ഈ ദശ നിങ്ങൾക്കുള്ളതാ, എൻ്റെ രാജകുമാരനുള്ളതാ. അവൾ ചെറുചിരിയോടെ പറഞ്ഞതും അവനവളെ കോരി തൻ്റെ കൈകളിലാക്കി. അപ്പോൾ അവൻ്റെ കയ്യിൽ നക്ഷത്രമാർഗ് തെളിഞ്ഞു. ദശ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. അവളിൽ ആകാംക്ഷ കൂടി. ആ നക്ഷത്രമാർഗ് ആരായിരിക്കും? ദശ മുട്ടിൽ തൻ്റെ തലവെച്ച് ചിരിയോടെ ആലോചിച്ചു. തുടരും.